അദ്ദേഹം ഇന്ത്യക്കാരനായിരുന്നു. ഇന്ത്യയിൽ നിന്ന് കാലങ്ങൾക്ക് മുമ്പ് ചൈനയിലേക്ക് പരകായ പ്രവേശത്തിലൂടെ ഇവിടെ നിന്ന് പോയ ആളാണ്. ബോധിധർമ്മൻ സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോയിട്ട് ചൈനയിൽ ചെന്ന പുതിയ പഞ്ച ഇന്ദ്രിയങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളെ അകത്തേക്ക് എടുക്കുന്നത്. എന്നാൽ നമ്മൾ ചുറ്റുപാടും നടക്കുന്നതിനെ ഞാനിപ്പോൾ കണ്ണ് തുറന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും കാണണമെന്നില്ല. എല്ലാവരെയും സൃഷ്ടിച്ചത് ഈ എനർജി കൊണ്ടാണ്, ഈ എനർജിയിൽ നിന്നാണ്. ആ എനർജി എന്ന് പറയുന്നത് ലോകത്ത് കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ്. ഇലക്ട്രിസിറ്റിയേക്കാൾ പവർ ആയിട്ടുള്ള എനർജിയാണ്. ജീവിതത്തിൽ വല്ലാത്ത സ്ട്രെസ് അനുഭവിക്കുന്നു, ജീവിതം തന്നെ ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥ. നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കും ആ എനർജിയെ നമ്മൾ ഉപയോഗിക്കപ്പെട്ടാൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം സഫലമാകും. ഈ ലാവോ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പരിവർത്തനപ്പെടുത്തുന്നതാണോ അതോ നമ്മുടെ ചുറ്റുപാടിനെയും പരിവർത്തനപ്പെടുത്തുന്നതാണോ? നമുക്ക് ബോധമുണ്ടെങ്കിലും നമ്മൾ അറിയുന്നില്ല. അബാക്കിൽ നിന്ന് പുതിയൊരു അതിഥി ഡോക്ടർ ഷാജഹാൻ സാറാണ്. ലാവോ കോൺഷ്യസ്നസ് എന്ന് പറയുന്നൊരു ഇൻ്റർനാഷണൽ ടൂൾ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ്. നമസ്കാരം സാർ. നമസ്കാരം. സാറ് വന്നപ്പോൾ തന്നെ സാറിനോട് ചോദിച്ചപ്പോൾ ഒരുപാട്, സാറ് സൈക്കോളജിസ്റ്റാണ്, ഹിപ്നോതെറാപ്പിസ്റ്റാണ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഈ ലാവോ കോൺഷ്യസ്നസ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്, എന്താണെന്നൊന്ന് പറഞ്ഞുതരാമോ? ഈ ലാവോ എന്ന് പറയുന്നത് നമുക്ക് ലാവോത്സു എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ലാവോത്സു എന്ന് പറയുന്നത് ചൈനയിലെ ഒരു ഫിലോസഫറാണ്. അദ്ദേഹം BC 6000 നൂറ്റാണ്ടിൽ ചൈനയിൽ ജീവിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വേരുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യക്കാരനായിരുന്നു. ഇന്ത്യയിൽ നിന്ന് കാലങ്ങൾക്ക് മുമ്പ് ചൈനയിലേക്ക് പരകായ പ്രവേശത്തിലൂടെ ഇവിടെ നിന്ന് പോയ ആളാണ് എന്നൊക്കെ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. ലാവോത്സു എന്ന് പറയുന്നത് താവോ എന്നാണ് ചൈനക്കാർ പറയുന്നത്. താവോ എന്ന് പറഞ്ഞാൽ വഴി എന്നാണ്. വഴി അല്ല, അത് സാറ് വന്നപ്പം പറഞ്ഞിരുന്നു. അപ്പം ഇന്ത്യക്കാരനായിട്ടുള്ള ആളാണെങ്കിൽ നമുക്കറിയാവുന്ന ആരെങ്കിലും ആണോ, അതായത് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ആണോ? എല്ലാ സംസ്കാരങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്. പ്രത്യേകിച്ച് ഈ തമിഴ്നാട്, കേരളം വരുന്ന ഈ പ്രദേശത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒട്ടനവധി പ്രതിഭകൾ നമുക്കറിയാം. അഗസ്ത്യമുനിയെ അറിയാം, അതേപോലെ തന്നെ ബോഗർ എന്ന് പറയുന്ന ബോയാങ് അദ്ദേഹത്തെ അറിയാം, കാലൈഞ്ചനാഥറെ അറിയാം. ഇങ്ങനെ നിരവധി സിദ്ധന്മാരുടെ ജന്മസ്ഥലമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഗസ്ത്യമുനിയുടെ ശിഷ്യനായിട്ടുള്ള ബോഗർ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ചൈനയിൽ പോയി അവിടെ ലാവോത്സുവായി അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള, പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത് താവോ എന്ന് പറഞ്ഞാൽ ഹയർ കോൺഷ്യസ്നെസ് എന്നാണ്, എന്ന് പറഞ്ഞാൽ സുപ്രീം കോൺഷ്യസ്നെസ് എന്നാണ്. കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ ആളുകളുടെ ബോധം നമ്മൾ ബോധം എന്ന് പറയും. പക്ഷേ ബോധം ഇപ്പോൾ ഞാനിപ്പോൾ രാഹുലിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുലിനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റു കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ ബോധത്തോടുകൂടി ഇരിക്കുകയാണെന്ന് പറയാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ 7-6 സിനിമയിലാണെന്ന് തോന്നുന്നു ബോധിധർമ്മൻ സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോയിട്ട് ചൈനയിൽ ചെന്ന പുതിയ ആയോധന കലകളൊക്കെ പഠിപ്പിച്ച അതേപോലെ ഒരു വിദ്യയാണോ യഥാർത്ഥത്തിൽ താവോയിസം എന്ന് പറയുന്നത് ഒരു റിലീജിയസ് സിസ്റ്റമാണ്. ബുദ്ധിസം എന്നൊക്കെ പറയുന്ന പോലെ താവോയിസം. ആ താവോയിസത്തിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ലാവോത്സുവിൻ്റെ തിയറി വെച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ഫിലോസഫി വെച്ചിട്ട് സയൻറ്റിഫിക്കായിട്ട് ഒരു മനുഷ്യൻ്റെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും അതുവഴി ശാരീരികമായിട്ടുള്ള ഉണർവിനും അതേപോലെ തന്നെ സോൾ പ്യൂരിഫിക്കേഷനും വേണ്ടി ഉപയോഗിക്കുന്ന ടൂള് ചൈനയിൽ തന്നെയുള്ള മന്ദക് ചിയ എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ് മാസ്റ്റർ ഉണ്ട്. അദ്ദേഹമാണ് ഈ ലാവോ കോൺഷ്യസ്നെസ്സിൻ്റെ ഫൗണ്ടർ. അദ്ദേഹം ആണ് അദ്ദേഹത്തിൽ നിന്നും ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്ത് അദ്ദേഹം പഠിപ്പിച്ചു തന്ന വിദ്യകളാണ് ഞാൻ അതിൻ്റെ ഫെസിലിറ്റേറ്ററാണ്. ലാവോ കോൺഷ്യസ്നെസ്സിൻ്റെ ഇൻ്റർനാഷണൽ ഫെസിലിറ്റേറ്ററും അതിൻ്റെ ഫൗണ്ടേഷൻ ഫെസിലിറ്റേറ്ററുമായിട്ട് പ്രവർത്തിക്കുന്നു. ഇത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഹീലിംഗ് അത്തരത്തിലുള്ള എന്തെങ്കിലും വിദ്യ? ഇതൊരു സയൻറ്റിഫിക് ആയിട്ട് പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ടൂളാണ്. കാരണം ഒരാളുടെ ബോഡി ശരിയായാൽ മൈൻഡ് ശരിയായി, മൈൻഡ് ശരിയായാൽ അയാളുടെ സോൾ ശരിയായി. അപ്പോൾ മൈൻഡിന് വേണ്ടിയുള്ള തരത്തിലേക്ക് മൈൻഡ് പ്യൂരിഫിക്കേഷൻ, അതേപോലെ തന്നെ സോൾ പ്യൂരിഫിക്കേഷൻ, ബോഡി മൂവ്മെൻറ്റ്സ്,
എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈ 3 മേഖലകളെയും ഈ ത്രിതലങ്ങളെയും മെച്ചപ്പെടുത്തുന്ന ഒരു ടൂളാണ് ലാവോ കോൺഷ്യസ്നസ്. എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ഈ വേദിയിൽ വന്നിരുന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിൽ വന്നിരുന്നു പോയിട്ടുണ്ട് നമുക്ക് അതിഥികളായിട്ട്. അവരെല്ലാം പല വിധത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പം ഇന്നത്തെ തലമുറ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അവരനുഭവിക്കുന്ന ഒരുപാട് വിഷമമുണ്ട്. ആങ്സൈറ്റി, ഡിപ്രഷൻ, ജോലി സംബന്ധമായിട്ടുള്ള ടെൻഷനുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ജീവിതത്തിൽ അനുഭവിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? അതായത് ലാവോ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുക, കോൺഷ്യസ്നെസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചുറ്റുപാടും നമ്മൾ കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കുന്നത് നമ്മുടെ സെൻസറി ഓർഗൻസ് വെച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷ്വൽ, അതേപോലെ തന്നെ ഓഡിറ്ററി, അതേപോലെ തന്നെ നമ്മുടെ ടച്ച്, അതേപോലെ തന്നെ സ്മെല്ല്, ഇതെല്ലാം വെച്ചിട്ടാണ്, ഇന്ദ്രിയങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളെ അകത്തേക്ക് എടുക്കുന്നത്. എന്നാൽ നമ്മൾ ചുറ്റുപാടും നടക്കുന്നതിനെ ഞാനിപ്പോൾ കണ്ണ് തുറന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും കാണണമെന്നില്ല. ഇപ്പോൾ എന്നെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ആളുകൾക്ക് ക്യാച്ച് ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല. അത് അവരുടെ ബോധ നിലവാരമാണ്. അപ്പോൾ ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ ചുറ്റുപാടും നടക്കുന്നത് അറിയുക എന്നുള്ളതാണ്, അവെയർ ആകുക എന്നുള്ളതാണ്. നമ്മൾ പലരും ഇതൊന്നും അറിയാതെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഒരുപാട് വിദ്യകൾ പുറത്തുണ്ട്. അപ്പം എന്തിനു വേണ്ടി, അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ലാവോ ആങ്ഷ്യസ് എന്ന് പറയുന്ന ഈ വിദ്യ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്കുണ്ടാകാൻ പോകുന്ന ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ എൻ്റെ അടുത്ത് രാഹുൽ ഇത് ചോദിക്കുന്നത്, ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. കാരണം രാഹുൽ ഞാനിങ്ങനെ ഇൻ്റർവ്യൂവിന് വരുന്നു, എന്നോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ചോദിക്കുന്നതിന് ആർട്ടിഫിഷ്യൽ എന്ന് പറയും. നമ്മൾ അതിന് സഹായകമായിട്ട് ചാറ്റ് GPT ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യും, ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യും. ഇങ്ങനെ സെർച്ച് എഞ്ചിനിലൂടെ നമ്മൾ മനസ്സിലാക്കും. ഇതൊന്നും യാഥാർത്ഥ്യമല്ല. നമ്മുടെ ഇതെല്ലാം നമ്മുടെ ധാരണ, ഇതെല്ലാം ഞാൻ ഇപ്പോൾ എന്നെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലാക്കിയ വിവരങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യനർ തയ്യാറാക്കി ചോദിക്കുന്നത് ഇതൊരിക്കലും ഇത് എന്ന് പറയുന്ന ഒരു ഫോറിൻ മാറ്ററാണ്. എന്നാൽ ഇപ്പോൾ ഞാനുമായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ അത് ഹൃദയത്തിൽ കണക്ട് ചെയ്ത് ഞാൻ രാഹുലിനോട് സംവദിച്ചാൽ മാത്രമേ യഥാർത്ഥമായ ഒരു ഇൻ്ററാക്ഷൻ അവിടെ നടക്കുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ്, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളാണ്. ഞാൻ അതുകൊണ്ടാണ് സാറിനോട് ചോദിക്കുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇതിനെപ്പറ്റി കാണുന്നു, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കേൾക്കുന്നു. അപ്പം സാറിൻ്റെ ഇൻ്റർവ്യൂവിൽ ഇത് കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവർക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് എങ്ങനെ അവർക്ക് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാകുമെന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ ചോദിച്ചത്, ഇത് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന്. നമ്മളെല്ലാവരും എനർജി ബീയിങ് ആണ്. എനർജി ബീയിങ് എന്ന് പറയുമ്പോൾ പല ആളുകളും ചോദിക്കും, നമുക്ക് എനർജി ഉണ്ടോ? നമ്മളെല്ലാം ഒരു എനർജിയിൽ നിന്നാണ് നമ്മൾ രൂപപ്പെട്ടത്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ആർക്കും കാണാൻ കഴിയില്ല, എന്നാൽ ഇലക്ട്രിസിറ്റി ഉണ്ട്. ഇലക്ട്രിസിറ്റിയുടെ ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയിൽ നിന്നും നമുക്ക് AC-യിൽ നിന്ന് തണുപ്പായി സ്വീകരിക്കാം, വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്നും നമുക്ക് എല്ലാ സാധനങ്ങളും കൂളാക്കാം, അതൊരു ലൈറ്റിൽ കൂടി പ്രവർത്തിപ്പിച്ചാൽ അത് പ്രകാശമാക്കാം, ഒരു വാഹനത്തിൽ അത് ഉപയോഗിച്ചാൽ വാഹനം ഓടിക്കാം, ഫാനിൽ ഉപയോഗിച്ചാൽ ഫാൻ കറങ്ങും. വി ആർ എനർജി ബീയിങ്. എനർജിയെ കാണാൻ കഴിയില്ല, അനുഭവിക്കാൻ കഴിയും. അപ്പോൾ എനർജി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എനർജി ബീയിങ്. പക്ഷെ നമ്മുടെ എനർജി നമ്മൾ അറിയുന്നില്ല. എല്ലാവരെയും സൃഷ്ടിച്ചത് ഈ എനർജി കൊണ്ടാണ്, ഈ എനർജിയിൽ നിന്നാണ്. ആ എനർജി എന്ന് പറയുന്നത് ലോകത്ത് കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ്. ഇലക്ട്രിസിറ്റിയേക്കാൾ പവറായിട്ടുള്ള എനർജിയാണ് നമ്മളെ സൃഷ്ടിച്ച എനർജി ആയിട്ടുള്ള ജീവ എനർജി എന്ന് പറഞ്ഞാൽ വൈറ്റൽ എനർജി. ആ വൈറ്റൽ എനർജിയിൽ നിന്നാണ് ഞാനും രാഹുലും ഉണ്ടായത്. ആ വൈറ്റൽ എനർജിയെ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു, അതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആറ്റം ബോംബായിട്ട് ഉപയോഗിക്കാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് മറ്റുള്ളവർക്ക് വെളിച്ചമായി ഉപയോഗിക്കാം, എങ്ങനെ വേണമെങ്കിലും ആ എനർജിയെ ഉപയോഗിക്കാം.
ഇന്ന് പലരും ആ എനർജിയെ ഉപയോഗിക്കുന്നത് തെറ്റായിട്ടാണ് ഈ വൈറ്റൽ എനർജിയെ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ പല ആളുകളും അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുള്ളത് ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ, അതേപോലെ തന്നെ ഉറക്കക്കുറവ്, അതേപോലെ തന്നെ ജീവിതത്തിൽ വല്ലാത്ത സ്ട്രെസ് അനുഭവിക്കുന്നു, ജീവിതം തന്നെ ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥ, അതേപോലെ തന്നെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് അനുഭവിക്കുന്ന ഒരു പ്രശ്നം. നമ്മുടെ യങ്സ്റ്റേഴ്സിന് വേണ്ടത് എനർജിയാണ്. അവർക്ക് എപ്പോഴും ഉണർവിൻ്റെ എനർജിയാണ് വേണ്ടത്. അവർ ആ എനർജി തേടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് അവർ എവിടെ കിട്ടുമെന്ന് തേടി പല വ്യത്യസ്ത രാസപദാർത്ഥങ്ങളടക്കം ലഹരി പദാർത്ഥങ്ങളടക്കം ഉപയോഗിച്ച് എനർജൈസ് ചെയ്യാൻ ദിവസങ്ങളോളം ഈ ട്രാൻസ് സ്റ്റേറ്റിലേക്ക് നിൽക്കാൻ വേണ്ടി വളരെ ഓണായി, ഉറക്കമില്ലാതെ വളരെ വളരെ വൈബ്രൻ്റ് ആയിട്ട്, വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നിൽക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള തേടലാണ് ഇന്നത്തെ യങ്സ്റ്റേഴ്സ് അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള വൈറ്റൽ എനർജിയെ, ഈ ജീവ എനർജിയെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ പലർക്കും അറിയില്ല. ഒരു സ്കൂളിലും ഒരു മാതാപിതാക്കളും ഈ വൈറ്റൽ എനർജി എന്താണ്, എങ്ങനെയാണ് അത് ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കൊടുക്കാറില്ല. നമുക്കപ്പോൾ ആ വൈറ്റൽ എനർജിയെ എങ്ങനെ യൂസ്ഫുൾ ആക്കാം എന്നുള്ളതാണ് ലാവോ അദ്ദേഹത്തിൻ്റെ തിയറിയിലൂടെ, അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിലൂടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മെയിനായിട്ടുള്ള ഈ വൈറ്റൽ എനർജിയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കും ആ എനർജിയെ നമ്മൾ ഉപയോഗിക്കപ്പെട്ടാൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം സഫലമാകും. നമ്മളിപ്പം ചാനലൈസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് മാത്രമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, ശാരീരിക സുഖത്തിന് വേണ്ടി, ശാരീരികമായ ആനന്ദത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ വൈറ്റൽ എനർജിയെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വൈറ്റൽ എനർജിയെ നമ്മുടെ എല്ലാ മനുഷ്യൻ്റെയും എല്ലാ മനുഷ്യനും ഒരു പർപ്പസ് ഉണ്ട്. രാഹുലിനൊരു പർപ്പസ് ഉണ്ട്. പർപ്പസ് ഉള്ളത് കൊണ്ടാണ് രാഹുൽ അബാക് മീഡിയയിൽ ജോലി ചെയ്യാൻ വന്നത്. എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു പർപ്പസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അപ്പം എൻ്റെ ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി ആ പർപ്പസിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഈ വൈറ്റൽ എനർജിയെ ട്രാൻസ്മ്യൂട്ട് ചെയ്താൽ ഉറപ്പായിട്ടും ആ ലക്ഷ്യം പൂർണ്ണതയിലെത്തും. നമ്മുടെ എല്ലാവരുടെയും ജീവിതം സബലീകൃതമാകും. ഇവിടെ സാറ് പറഞ്ഞു ലാവോ കോൺഷ്യസ്നസ്. ഈ ലാവോ കോൺഷ്യസ്നസ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പരിവർത്തനപ്പെടുത്തുന്നതാണോ അതോ നമ്മുടെ ചുറ്റുപാടിനെയും പരിവർത്തനപ്പെടുത്തുന്നതാണോ? ഞാനതാ പറയുന്നത്, രാഹുൽ ഈ സംസാരിക്കുമ്പോഴൊക്കെ ഹാർട്ടിൽ കണക്ട് ചെയ്തെന്ന് പറഞ്ഞു നോക്ക്. അതായത് നമ്മുടെ ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ളത് നമ്മുടെ മൈൻഡ് എടുക്കത്തില്ല. അതായത് രാഹുൽ ഇപ്പോൾ പറഞ്ഞു കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബോധമെന്നേ ഉള്ളൂ. ബോധത്തിലേക്കുള്ള ലാവോ എന്ന് പറഞ്ഞാൽ വഴി എന്നാണ്. അപ്പോൾ ബോധത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ബോധത്തിലേക്ക് കടക്കുന്നതിനുള്ള വഴിയാണ് ലാവോ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ബോധമാണെന്ന് നമ്മൾ പറയും. ഞാൻ ബോധത്തോടു കൂടിയാടാ, ബോധമുണ്ടോ, നിനക്ക് അറിവുണ്ടോ, തിരിച്ചറിവുണ്ടോ, അല്ലെങ്കിൽ ബോധമുണ്ടോടാന്ന് ചോദിക്കുന്നത്. നമുക്ക് ബോധമുണ്ടെങ്കിലും നമ്മൾ അറിയുന്നില്ല, നമ്മൾ അവെയർ ആകുന്നില്ല, അറിയാൻ നമുക്ക് കഴിയുന്നില്ല, നമുക്ക് ആ ശ്രദ്ധ കിട്ടുന്നില്ല, അറ്റൻഷൻ കിട്ടുന്നില്ല, നമുക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇതാണ് എല്ലാവരുടെയും പ്രശ്നം. ഇപ്പോൾ ഉദാഹരണത്തിന് രാഹുൽ ഇപ്പം എന്നോട് സംസാരിക്കുമ്പോൾ പോലും രാഹുലിനെ ആ അറ്റൻഷൻ, ശ്രദ്ധ കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് രാഹുലിന് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറയാൻ കഴിയത്തുള്ളൂ. ഈ അറ്റൻഷൻ എല്ലാവർക്കും ഇല്ല. ജോലിയിലാണെങ്കിൽ ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ജോലിയിൽ ഒരു അറ്റൻഷൻ വേണം. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭക്ഷണം എന്താണ് കഴിക്കുന്നത്, എന്തിനാണ് കഴിക്കുന്നത് എന്നുള്ള ഒരു കോൺഷ്യസ്നെസ്സോടുകൂടി, ഒരു ബോധത്തോടുകൂടി, ഒരു ശ്രദ്ധയോടുകൂടി നമ്മൾ കഴിക്കണം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ പോലും നമ്മൾ കോൺഷ്യസ് ആയിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ അറിയുന്നില്ല. നമ്മൾ അറിയാതെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് പൊണ്ണത്തടി ഉണ്ടാകുന്നത്. നമ്മൾ അറിയാതെ ഉറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത്, അതേപോലെ തന്നെ പെയിൻ ഉണ്ടാകുന്നത്, നമുക്ക് ക്ഷീണം ഉണ്ടാകുന്നത്, മടി ഉണ്ടാകുന്നത്. നമ്മളിതൊന്നും അറിയുന്നില്ല, അവെയർ ആകുന്നില്ല എന്നുള്ളതാണ്. ഈ അവെയർനെസ് എന്ന് പറയുന്നത്, അവെയർനെസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ലാവോ കോൺഷ്യസ്നെസ്സിൻ്റെ ടൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത്.